ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി ഗ്രന്ഥകർത്താവായ മേൽപ്പത്തൂരിനും ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയമായ പൊന്നുഗുരുവായൂരപ്പനും നാദാർച്ചന നാമാർച്ചന നാം ചെയ്തു തുടങ്ങിയിട്ട് ഇന്ന് 164 ദിവസം. ഈ ധന്യവേളയിൽ മറ്റൊരു കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കണു അല്ലെങ്കിൽ അറിയിക്കണു. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ, അതായത് ജൂൺ 15-ാം തീയതി വൈകുന്നേരം മാഹാത്മ്യത്തോടുകൂടി തൃശ്ശൂർ മണ്ണുത്തിക്കടുത്തുള്ള ഒല്ലൂക്കര ഒല്ലൂതൃക്കോവ് ചെറുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മറ്റൊരു ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനുകൂടി ആരംഭം കുറിക്കുകയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം ആണ് മാഹാത്മ്യം. അടുത്ത തിങ്കളാഴ്ച വരെ, ജൂൺ 22 വരെ. അപ്പോൾ ഈ യജ്ഞത്തിലേക്ക് സജ്ജനങ്ങളായ ഭക്തജനങ്ങളായ എല്ലാവരെയും സഹർഷം സാദരം ക്ഷണിക്കുന്നു. നാം നാരായണീയ മധുരം ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്ന രീതിയിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 164-ാമത്തെ ദിവസം 164-ാമത്തെ ശ്ലോകം, 16-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, വീണ്ടും ശ്ലോകം, തുടർന്ന് ശ്രീഹരീയ പാരായണം. ഭീത്യാലമംഗജ വസന്ത
സുരാംഗന ഓ മന്മാനനം ത്യുഹജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിത സ്തുവതാമധൈഷാം പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷി. അഥാ ത്വം ഹേ അംഗജ ഹേ വസന്ത സുരാംഗന വാ ഭീത്യ അലം. അതിനുശേഷം അധ അനന്തരം ത്വം അവിടുന്ന് ഗുരുവായൂരപ്പ അല്ലയോ കാമ വസന്ത ദേവസുന്ദരിമാരെ, ഹേ അംഗജ വസന്ത സുരാംഗന വാ ഭീത്യ അലം നിങ്ങൾക്ക് ഭയം വേണ്ട. ഇഹ മന്മാനനം തു ജുഷധ്വം ഇവിടെ വെച്ച് എന്റെ ഒരു സമ്മാനത്തെ നിങ്ങൾ സ്വീകരിക്കൂ. ഇതി ബ്രുവാണ എന്ന് പറഞ്ഞുകൊണ്ട് സ്വപരിചാരക കാതരാക്ഷി തൻ്റെ ദാസിമാരായ സുന്ദരിമാരെ അത്ഭുതത്തോടെ തൻ്റെ ചുറ്റും നിന്ന് സ്തുതിക്കുന്ന ഈ കാമാദികൾക്ക് കാണിച്ചു കൊടുത്തു എന്നാണ്. പരിചാരക കാതരാക്ഷി അവരെ പരിചരിക്കുന്നത് അത്രയും സുന്ദരികളാണ്. അവരിൽ പോലും ഇവർക്ക് കാമമുണർന്നില്ല. അത്രയും ശക്തരാണവർ, അത്രയും തപസ്സിദ്ധിയുള്ളവരാണ് നരനാരായണന്മാർന്ന് കാണിക്കുകയാണ്. അങ്ങനെ ആ നാരായണ മഹർഷിയെ തോൽപ്പിക്കാൻ വന്ന ആളുകൾ സ്വയം തോറ്റ് തിരിച്ച് പോകേണ്ടി വന്നു എന്നാണ്. അപ്പോ എന്താണ് സമ്മാനം കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത ശ്ലോകത്തിൽ കേൾക്കുക. അത് നാളെ നമുക്ക് അനുസ്മരിക്കാം. ഇന്ന് ഭഗവത് പാദങ്ങളിൽ ഭട്ടതിരിപ്പാടിന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം. ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി ശ്രീഹരിയത്തിലേക്ക് എത്താം. ഭീത്യാലമംഗജവസന്ത സുരാംഗന വോ മന്മാനനം ത്യുഹജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിത സ്തുവതാമധൈഷാം പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷി. ശ്രീഹരിയം. നാരായണ 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 ശ്രീവാസുദേവ. കാമദേവാ ഭയം വേണ്ട, കാരണഭൂതനാമെൻ്റെ കയ്യിൽ നിന്നു സമ്മാനത്തെ വാങ്ങിക്കൊള്ളുക എന്നു ചൊല്ലി ഭവാൻ തൻ്റെ ദാസിമാരെ കാണിച്ചപ്പോൾ സൗന്ദര്യം കണ്ടമ്പരന്നു കാമാദികളും. നാരായണ 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 നാരായണന്മാരാം ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.